നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. 13,61,97,208 രൂപ മാത്രം പ്രതീക്ഷിത വരവും 13,18,93,240 രൂപ മാത്രം പ്രതീക്ഷിത ചിലവും 43,03,968 രൂപ മാത്രം നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബജറ്റിൽ കൃഷി, ഭവന നിർമ്മാണം, പൊതുജനാരോഗ്യം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലെ ഉന്നമനത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ മേഖലകളിൽ നാം കൈവരിച്ച നേട്ടങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ അഭിവൃദ്ധിക്കും സഹായകരമാവും എന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് ഈ വർഷത്തെ ബജറ്റ് ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിത വരവുകളും പ്രതീക്ഷിത ചെലവുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കരട് ബജറ്റ് നിങ്ങൾക്ക് മുൻപിൽ ശുഭപ്രതീക്ഷയോടെ അവതരിപ്പിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റാണ് ഈ അവസരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് വരുമാനം കുറവാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. 2025-26 വർഷം നമുക്ക് ലഭിക്കുന്ന തനത് വരുമാനം ജനറൽ പർപ്പസ് ഫണ്ട് ഉൾപ്പെടെ 94,98,700 രൂപ മാത്രം തനത് ചെലവുകൾക്കായി, അതായത് ഓഫീസ് പ്രവർത്തനം, ജനപ്രതിനിധികളുടെ ഓണറേറിയം, മറ്റ് പത്തുകൾ, അടിയന്തര പ്രാധാന്യമുള്ള മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി നമ്മൾ ആശ്രയിക്കുന്നതും തനത് വരുമാനത്തെയാണ് എന്നത് വസ്തുത. എല്ലാവർക്കും സുരക്ഷിത ഭവനം ഉറപ്പുവരുത്തൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ഭവന നിർമ്മാണ പദ്ധതി, കാർഷിക മേഖലയിൽ ഉൽപാദന വർധനവിനും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ, ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി, പാലിന് സബ്സിഡി, ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുക, അർഹതപ്പെട്ടവർക്ക് മരുന്ന് വിതരണം, ചികിത്സാ സൗകര്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമുള്ള പദ്ധതികൾ, സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവർ, വയോജനങ്ങൾ, കുട്ടികൾ എന്നിവർക്കായുള്ള പദ്ധതികൾ പ്രത്യേകം ബജറ്റിൽ ഉൾപ്പെടുത്തി. 2025-26 ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. എല്ലാ മേഖലകളെയും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലക്ക് അതിൻ്റെ മറ്റ് പരിമിതികളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന രീതിയിലുള്ള ബജറ്റ്. ഇവിടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റൊക്കെ സൂചിപ്പിച്ച പോലെ ബഡ്സ് സ്കൂളിൻ്റെ നിർമ്മാണം, പിന്നെ അത്തരത്തിലുള്ള അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഫണ്ടിൻ്റെ അളവൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം, വനിതകൾക്കുടെ പ്രവർത്തനങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ഒക്കെ ആവിഷ്കരിച്ചു. ഇതിലൊക്കെ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ്, അതുപോലെ തന്നെ സംസ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ പലപ്പോഴും ലഭ്യമല്ലാത്തതും സാങ്കേതികമായ പ്രയാസങ്ങൾ കാരണം ഫണ്ടുകളുടെ ലഭ്യത കുറവൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ അതാത് സമയത്ത് റിവിഷനുകളിലും മറ്റ് സമയത്തൊക്കെ വളരെ നന്നായി തന്നെ ആ കാര്യം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രദ്ധിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ കെട്ടിട നിർമ്മാണം 96 ലക്ഷം രൂപ അടക്കം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള പ്രത്യേക പദ്ധതികളും, പട്ടികജാതി വിഭാഗക്കാർക്കായി 1,29,42,000 രൂപ വകയിരുത്തി. കുടിവെള്ള സ്രോതസ്സുകളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണത്തിനും നിർമ്മാണത്തിനുമായുള്ള പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള പദ്ധതികൾ, യുവജനങ്ങളുടെ കായികക്ഷമത, ആരോഗ്യ മാനസികോല്ലാസം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പുറത്തൂർ മിനി സ്റ്റേഡിയം നിർമ്മാണത്തിന് 1,10,00,000 ഉൾപ്പെടുത്തി. യാത്രക്കാർക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഏറ്റെടുത്ത വിശ്വാസ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി 95 ലക്ഷം രൂപ തുടങ്ങി വിവിധ ഇനം പദ്ധതികളാണ് ഈ വർഷത്തെ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ബജറ്റ് അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷനായി.
ഈ കൊല്ലത്തെ ബഡ്ജറ്റിലും അതോടൊപ്പം തന്നെ ഈ കൊല്ലത്തെ സാമ്പത്തികമായ സ്രോതസ്സുകളുടെ വിതരണത്തിലും ഈ മാനദണ്ഡം പാലിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ഈ രാഷ്ട്രീയം നോക്കാതെ തന്നെ അത് പരിഗണിക്കാനും ഭരണപക്ഷത്തുള്ള അംഗങ്ങളെക്കാൾ കൂടുതൽ പ്രതിപക്ഷ മെമ്പർമാർ എന്ന് പറയുന്ന മെമ്പർമാരുടെ വാർഡുകളിലാണ്, ഡിവിഷനുകളിലാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെട്ടാൽ ആയതിന് പണം നീക്കി വെക്കാനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 5 കൊല്ലക്കാലം ഞങ്ങൾ 5ാമത്തെ വർഷം പിരിഞ്ഞു പോകുമ്പോൾ ഈ വർഷം ഒരുപാട് പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം അന്ത്യഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റിന്റെ ഈ കാലത്തുള്ളത്. ഭിന്നശേഷിക്കാർക്കായി സ്കൂളില്ലാത്ത, ബഡ്സ് സ്കൂളില്ലാത്ത പഞ്ചായത്തുകൾ ഇപ്പോൾ 2 എണ്ണമാണ്. ഒന്ന് മംഗലം പഞ്ചായത്താണ്. പക്ഷെ മംഗലം പഞ്ചായത്തിൽ അവിടെ അതിന്റെ സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഭൂമി നൽകി അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് തലക്കാട് ഗ്രാമപഞ്ചായത്ത്. ആ തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂൾ ഈ വർഷം പൂർത്തീകരിക്കാനാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി വലിയ തുക, ഏകദേശം 96 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടെ നമുക്ക് നീക്കിവെച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. നമുക്കറിയാം, ഇന്ന് ലഹരി ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മളെ കാർന്നു നിന്നുന്ന ലഹരി, അതിനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോധവൽക്കരണവും അതിന് തുടച്ചു നീക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം ചെലവഴിക്കുന്ന മാനദണ്ഡത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പണം ചെലവഴിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശമില്ല. ആ കാര്യത്തിന് പണം ചെലവഴിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റി CCയെ സമീപിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമാണ് ഈ കുട്ടികളെ കളിസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അവർ കളിസ്ഥലങ്ങളിലേക്ക് പോയാൽ തന്നെ, യുവത്വം കളിസ്ഥലങ്ങളിലേക്ക് പോയാൽ തന്നെ ഏറെക്കുറെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. അവരെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുക എന്നത്, കളിക്കളങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടർഫുകളല്ലാത്ത വലിയ കളിക്കളങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരു ബ്ലോക്ക് പഞ്ചായത്തും ചെലവഴിക്കാത്ത രൂപത്തിൽ 1 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് പുറത്തൂർ സ്റ്റേഡിയം ഈ വർഷം യാഥാർത്ഥ്യമാക്കുകയാണ്. കഴിഞ്ഞ വർഷം പണി ആരംഭിച്ചതാണ്. ഈ കൊല്ലം അതിൻ്റെ ഉദ്ഘാടനം നടക്കും. മറ്റൊന്ന്, ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വിശ്വാസ് ടേക്കേറിലേക്കാണ്. അവിടെ ദീർഘദൂര യാത്രക്കാർക്കുള്ള വഴിയോര വിശ്രമ കേന്ദ്രം 95 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അവിടെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പണം നീക്കിവെച്ചതാണ്. അതിന്റെ ബാക്കി പണം ഏകദേശം 44 ലക്ഷം രൂപയോളം ഇത്തവണ നമ്മുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ കൊല്ലം അതും പൂർത്തീകരിക്കും. ഭവന പദ്ധതിക്കും മറ്റുള്ളതും സ്ഥിരമായി നമ്മൾ പണം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ബഡ്ജറ്റിൽ മറ്റൊരു ഹൈലൈറ്റ് നമ്മുടെ കേരളോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം, കേരളോത്സവം ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഭിന്നശേഷി കലോത്സവമുണ്ട്. വനിതകൾക്കായി ഒരു കലോത്സവം എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കലോത്സവം വനിതകൾക്കായി നടക്കുന്നില്ല. കുടുംബശ്രീക്കാരുടെ കലോത്സവം ഉണ്ട്, അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ്. അപ്പോൾ വനിതകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് നമ്മൾ തീരുമാനിച്ചതിന്റെ ഭാഗമായി ഇത്തവണ മുതൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതകൾക്കായി ഒരു കലോത്സവം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷ കാവീട്ടിൽ, ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MP മുഹമ്മദ് കോയ, PP അബ്ദുൾ നാസർ, VP ഹംസ, TV റംഷീദ, ആനി ഗോഡ് ലിഫ്, വി തങ്കമണി, പീതാംബരൻ പട്ടത്തൂർ, ഫൗസിയ നാസർ, KP സലീന, K അനിത, തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി B സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു. TVN ന്യൂസ്, തിരൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്,
Tirur. Gold, diamonds, silver and watches. Celebrating 50 years.